പ്രൈസ് ടു ജീസസ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ 43-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീ എനിക്ക് വിലയേറിയവൻ, നീ എനിക്ക് മാന്യൻ, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, ഭൂമിയിൽ മനുഷ്യൻ ഏറ്റവും അധികം വില കൊടുക്കുന്നത് കറൻസിക്ക്, അല്ലെ? ഇന്ത്യൻ കറൻസി, സ്തോത്രം. നമ്മൾ ഈ കറൻസിക്കാണ് ഏറ്റവും കൂടുതൽ വില ഈ ഭൂമിയിൽ മനുഷ്യൻ കൊടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ കറൻസി നമ്മളിങ്ങനെ ഇത് ചുരുട്ടിക്കഴിഞ്ഞ് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചാൽ പറയും, ഈ കറൻസിക്ക് ഇതിന്റെ മൂല്യം കുറഞ്ഞിട്ടില്ല എന്ന്. ഈ കറൻസി നിലത്തിട്ട് ചവിട്ടിയാൽ, ഈ കറൻസി കീറിക്കളഞ്ഞാൽ ഇതിന്റെ മൂല്യം കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കുറഞ്ഞിട്ടില്ല എന്ന്, അല്ലെ? കാരണം നമുക്കറിയാം അതിന്റെ മൂല്യം പോയിട്ടില്ല. കാരണം അതിന്റെ മൂല്യം അങ്ങനെ തന്നെ നിൽക്കും. എന്ത് ചുരുട്ടിയാലും എന്ത് ചവിട്ടിയാലും അതിന്റെ മൂല്യം കുറയത്തില്ല. ദൈവം പറയുകയാണ്, യേശു പറയുകയാണ്, നീ എനിക്ക് വിലയേറിയവൻ. എനിക്ക് മനസ്സിലായ ഒരു സത്യം, ഈ ഭൂമിയിൽ ദൈവം സൂര്യന് കൊടുക്കുന്ന വിലയേക്കാൾ, ചന്ദ്രന് കൊടുക്കുന്ന വിലയേക്കാൾ, നക്ഷത്രങ്ങൾക്ക് കൊടുക്കുന്ന വിലയേക്കാൾ, എന്തിനു പറയുന്നു, ഭൂമിയിൽ കാണുന്ന എല്ലാ സ്തോത്രം ദൈവത്തിന്റെ സൃഷ്ടിപ്പിന് കൊടുക്കുന്ന വിലയേക്കാൾ ഏറ്റവും വലിയ വില യേശു നമുക്ക് തരുന്നു. ഹല്ലേലൂയ. യേശു നമുക്ക് തരുന്നു. ആമേൻ. അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന എന്ത് പ്രശ്നവും നമ്മളെ ചുരുട്ടുന്നതാണ്. ഭൂമിയിൽ ഉണ്ടാകുന്ന എന്ത് പ്രതിസന്ധിയും നമ്മളെ നിലത്തിട്ട് ചവിട്ടുന്നതാണ്. സ്തോത്രം. ഒരിക്കലും പൊങ്ങി വരാത്ത വിധത്തിൽ, ഒരിക്കലും ഉയരാത്ത വിധത്തിൽ നമ്മളെ പ്രശ്നങ്ങൾ ചുരുട്ടുകയാണ്. പ്രതിസന്ധികൾ നമ്മളെ ചുരുട്ടുകയാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ലൈഫിൽ ചുരുട്ടുന്നു. അവരുടെ പഠനങ്ങളിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു. കോളേജ് ലൈഫിൽ കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തിനു പറയുന്നു, ശരീരങ്ങളില് നമുക്ക് എത്രയധികം പ്രശ്നങ്ങളാണ് നമ്മളെ ഇട്ട് ചുരുട്ടുന്നത്, അല്ലെ? ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് വില തരുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ യേശു പറയുകയാണ്, നീ എനിക്ക് വിലയേറിയവനാ, നീ എനിക്ക് മാന്യനാ, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ ഭൂമിയിൽ ഈ കറൻസിയുടെ വാല്യൂ കുറയുന്നില്ലെങ്കിൽ, ദൈവമക്കളെ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാവോ, എന്റെ യേശുവിന്റെ മുൻപിൽ എന്റെ വാല്യൂ കുറഞ്ഞിട്ടില്ല, എന്റെ വില കുറഞ്ഞിട്ടില്ല. എന്നെ ഏറ്റവും അധികം മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹം വീണ്ടും നമ്മളെ എഴുന്നേൽപ്പിക്കും. ആ ദൈവത്തിന്റെ സ്നേഹം വീണ്ടും നമ്മളെ നടത്തും. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ വീണ്ടും ഉയർപ്പിക്കും. ആമേൻ. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.